ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം, കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി. ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം, കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി. ആദ്യമായി കണ്ട നാൾ. കാവ്യങ്ങളെന്തിനും പൊന്മയിൽ പീലിയാലെഴുതി നീ. ആയിരം പ്രേമാർദ്ര കാവ്യങ്ങളെന്തിനും പൊന്മയിൽ പീലിയാലെഴുതി നീ. പാതി വിരിഞ്ഞാൽ പൊഴിയുവതല്ലെൻ, പാതി വിരിഞ്ഞാൽ പൊഴിയുവതല്ലെൻ പ്രണയമെന്നല്ലോ പറഞ്ഞു നീ. അന്നു നിൻ കാമിനിയായി ഞാൻ ഈ സ്വരം കേട്ട നാൾ താനേ പാടിയൻ തമ്പുരു. എൻ്റെ കിനാവിൻ താഴം പൂവിലുറങ്ങി നീ ശലഭമായി ആദ്യമായി കണ്ട നാൾ. ഉറങ്ങും കനവിനെ എന്തിനു വെറുതെ ഉമ്മകൾ കൊണ്ടു നീ മെല്ലെയുണർത്തി. ഉറങ്ങും കനവിനെ എന്തിനു വെറുതെ ഉമ്മകൾ കൊണ്ടു നീ മെല്ലെയുണർത്തി. മൊഴികളിലലിയും പരിഭവമോടെ, മൊഴികളിലലിയും പരിഭവമോടെ അരുതരുതെന്നെൻ്റെ പറഞ്ഞു നീ. തുളുമ്പും മണി വീണ പോലെ ഈ സ്വരം കേട്ട നാൾ താനേ പാടിയൻ തമ്പുരു. കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി. ആദ്യമായി ബദ്രി, ലാസ്റ്റ് ടൈം ഗോൾഡൻ മൈക്ക് അടിച്ചു,
ഇത്തവണ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ശരത് സർ. എന്തോ ഹരിച്ചേട്ടാ, ഗോൾഡൻ മൈ ഗോൾഡൻ മൈ. നമ്മളൊക്കെ ഇല്ലാത്തപ്പോഴും ഇവരൊക്കെ ഗോൾഡൻ മൈക്ക് അടിക്കും. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ദ്രുതതാളം ദ്രുതതാളം. ഡേഞ്ചറസ് ഉള്ളതുകൊണ്ട് ഹരിച്ചേട്ട വായിക്കണ കേട്ടിട്ട് പോയതോ. അതിന്റെ ഗുണമുണ്ടല്ലോ നിനക്ക്. നീ പറ, മൈക്കി പറ. അത് നന്നായില്ലേ? അതിനുശേഷം നിനക്ക് ഒരു ഗ്രോത്ത് ഇല്ലേ? താങ്ക് യു. അടിപൊളി മോനെ. എന്തായാലും ഗോൾഡൻ മൈക്ക് ഒക്കെ കിട്ടിയല്ലോ. അപ്പം ഇന്ന് കുളവാക്കിയാലും നീ സേഫ് ആണെന്ന് അറിയാം നിനക്ക്. അതാണ് ആ ഒരു ബലത്തിൽ ചില കാര്യങ്ങളൊക്കെ അവന് ഒന്ന് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ ശരത് സർ. മോനെ, ഉഗ്രം പാട്ട്, ഒരു അസാധ്യ പാട്ട്. മക്കളത് ഇപ്പൊ നിനക്ക് വയ്യേ? അല്ല, സത്യം പറഞ്ഞു. ത്രോട്ട് പെയിൻ ഉണ്ട്. ചന്ദ്രമണി കഴിഞ്ഞ ശേഷം തൊണ്ടവേദനയാണല്ലോ. കാര്യമായിട്ടും ശരിക്കും വയ്യേ? ഇല്ല, വയ്യ, തൊണ്ട സ്ട്രെയിനാ. ആണോ? ഓ, കുഴപ്പമില്ല. മോനെ, നല്ല നല്ല പാട്ട് പ്രധാനമായിട്ടുള്ളവരണം പൊതുവായിട്ട് പറയാനാണെങ്കിൽ അവിടെ കുറച്ച് ശ്രുതി ചേരായികയുണ്ട് മോന്. ഒരു നല്ല സംഗതി ഇങ്ങോട്ട് പാടി വന്നിട്ട് നീ അതിൻ്റെ ലാൻഡിങ് വരുമ്പോൾ ചേരാതെ അങ്ങ് നിർത്തും. അപ്പോൾ അയ്യോ എന്ന് തോന്നും. ഇപ്പോൾ ചരണത്തിലെ വെറുതെ അതുവരെ നല്ലതായിരുന്നു, ആ ചേർന്നതേ ഇല്ല. അപ്പോൾ അങ്ങനെ വരരുത് മോനെ, അത് നോക്കണം. നിനക്ക് ഇനി ശാരീരിക കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ക്ഷമിക്കാം, അത് കുഴപ്പമില്ല, അത് ശരിയാവും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് വലിയ ഭീകര ഒരു പാട്ടെടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു, ഞാനിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഇട്ടിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആണോ ഇഞ്ചക്ഷൻ ഇട്ടോ, എന്നാൽ 2 മാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് തരും. അതിനകത്ത് അതും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ നമ്മളൊരു ഇതിനെ കണ്ടിട്ട് അങ്ങനെ ഒരു അവസ്ഥ തോന്നുകയും പിന്നെ പാടുമ്പോൾ ഉള്ളൊരു സ്വാതന്ത്ര്യക്കുറവ് തോന്നി മുകളിലൊക്കെ പാടുമ്പോൾ. അതുകൊണ്ട് ചോദിച്ചതാണ് മോനെ. പിന്നെ ആദ്യമായി കണ്ട നാൾ, ആ കണ്ട നാളല്ലേ നന്നായിരിക്കേണ്ടത്. ആദ്യമായെന്നുള്ളത് കുഴപ്പമില്ല. കണ്ട നാളെന്ന് പറഞ്ഞാൽ അല്ലേ പാറു? എന്താ കണ്ട നാളെന്ന് പറഞ്ഞാൽ എന്താ? അത് വൃത്തികേട്, അങ്ങനെ പറയരുത്. ആദ്യമായി കണ്ട നാൾ, ആ ഒരു അത് വളരെ അത് ശ്രുതി ചേർത്ത് പക്കായിട്ട് പാടണ്ടേ. അതുപോലെ ആ സംഗതിയും പെർഫെക്റ്റ് ആവണ്ടേ, വേണ്ടേ? വേണം. പിന്നെ മോനെ, എനിക്ക് ഈ അനുപല്ലവി തുടങ്ങിയിട്ട് അതിൻ്റെ സെക്കൻഡ് വരുമ്പോൾ അത് ആദ്യം പാടുന്നതല്ലാണ്ട് പിന്നെ അതെന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു ഇമ്പ്രവൈസേഷൻ ഉണ്ടെങ്കിലും മോൻ അതൊരു അവിടെ നിന്ന് ശരിയാവുന്നില്ല പാട്ട്. അത് മോന് ചിലപ്പോൾ ഈ തൊണ്ടയുടെ ഒരു അവസ്ഥ കൊണ്ടിട്ടായിരിക്കും. പിന്നെ ക്ലാരിറ്റി മോനെ, പിന്നെ എന്താ പറയേണ്ട, ഒരു തെളിച്ചം വരാം ചില സംഗതികൾക്കൊക്കെ. ഒരു പെർഫെക്റ്റ് നമ്മൾ വൃത്തിയായിട്ടങ്ങ് പാടുക. അപ്പോഴേ അത് ഈ കേൾക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് പോകത്തുള്ളൂ. തലച്ചോറിലോട്ടല്ല നമ്മൾ പാടി എറിയേണ്ടത്, ഹൃദയത്തിലേക്കാണ്. അപ്പോഴേ ആഹാ എന്ന് പറയത്തുള്ളൂ കേട്ടോ. മോൻ നല്ല ജ്ഞാനസ്ഥനാണ് കേട്ടോ, അല്ലെങ്കിൽ ഗോൾഡൻ മൈക്കൊന്നും നമ്മുടെ അടുത്ത് തരത്തില്ലല്ലോ അല്ലേ. പിന്നെ മക്കളതാ ഇപ്പം ഞാൻ പറഞ്ഞാൽ വെറുതെ അതുവരെ നല്ലതായിരുന്നു, കൊണ്ട് ചേരാതെ നിർത്തി. അപ്പം അത് പിന്നെ അരുതരുത്, അതൊന്ന് പാടാമോ ശരണം? മൊഴികളിലലിയും ഒന്നുകൂടെ. മൊഴികളിലലിയും പരിഭവമോടെ പരിഭവമോടെ അരുതരുതെന്നെന്റെ. അതിനൊരു ക്ലാരിറ്റി എന്താണ് ആ നോട്ട്സ്? അരുതരുതെന്നെന്റെ. വരട്ടെ, അത് തന്നെ. അരുതരുതെന്നെന്റെ. ഇതേ അങ്ങോട്ട് ചേരട്ടെ. അരുതരുതെന്നെന്റെ പറഞ്ഞു നീ. തുളുമ്പും മണി വീണ പോലെ. അതൊക്കെ ഓക്കെ മോനെ. ആ മുകളിൽ പാടുമ്പോൾ അത് കുറച്ചും കൂടെ കൺട്രോൾഡായിട്ട് അങ്ങനെ വടി പോലെ പിടിക്കാണ്ട് ഒന്ന് സോഫൻ ചെയ്ത് ഒരു വിബ്രാറ്റോടെ ഒക്കെ നിർത്തിയാൽ അതിനൊരു സുഖം കാണും. ഒരു അങ്ങനെ പിടിക്കുമ്പോൾ മതി. എന്തുവാടാ ഈ പാടുന്നത്, ഒരു പ്രേമഗാനമാണോ? അങ്ങനെ നമുക്ക് തോന്നത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകും ആ കാര്യം നിങ്ങൾക്ക്. ബസ് ഹോൺ അടിച്ചു പോലെ. അല്ല അത് മോനെ, അത് നിങ്ങൾക്കിപ്പോൾ എന്താണ് ലവ്, എന്താണ് റൊമാൻസ് എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത പ്രായമാണ്. എങ്കിൽ നിങ്ങളിപ്പോൾ ആരാണ് പാടിയേക്കുന്നത്? യേശുദാസ് സാറും ചിത്രാമ്മയും. യേശുദാസ് സാർ. അപ്പം ഇല്ല, അതാവുമ്പോൾ
അവർ അതിമനോഹരമായിട്ടല്ല, അവരാണ് നമ്മുടെ റെഫറൻസ്. അവരെന്ത് ഫീല് കൊടുത്തിട്ടുണ്ടോ അത് നമ്മൾ ആ ഫീല് മാത്രം എടുത്തിട്ട് അതിപ്പം ജീവിതത്തിൽ അത് ഒന്ന് നമുക്ക് പരീക്ഷിച്ചിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് അത് പാടുമ്പോൾ മനസ്സിലാവുമല്ലോ, അതങ്ങ് വെച്ച് കാച്ച്, അപ്പം നമുക്ക് ആ റിയൽ ഫീല് കിട്ടും. അല്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളിപ്പോൾ മുട്ടയെന്ന് വിരിഞ്ഞോളൂ, നിങ്ങളുടെ അടുത്ത് പ്രേമം മോനെ എന്നൊക്കെ പറഞ്ഞൊരു ക്ലാസ് എടുക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അപ്പോൾ അതുകൊണ്ട് അതല്ല, അവർ പാടിയേക്കുന്നത് എന്താണ് അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ അത് അപ്പോൾ അതിനൊരു സുഖം ഉണ്ടാവും കേൾക്കുമ്പോൾ കേട്ടോ മോനെ. ആ മുകളിലൊക്കെ നിർത്തുന്നത് എനിക്കിപ്പോൾ വയ്യാത്തതുകൊണ്ടായിരിക്കും, അത് കുറച്ചും കൂടെ കൺട്രോൾഡായിട്ട് നിർത്തുക കേട്ടോ. ഓക്കെ സാർ. കൺട്രോൾ വേണം. ആ. ഏറ്റോ ഓക്കെ സാർ. കേട്ട നാൾ ലാസ്റ്റ് ഈശ്വരം കേട്ട നാൾ. അപ്പം എല്ലാ ഐറ്റവും ഉണ്ട്. ആ സമയത്ത് വരണം. ഇത് നമ്മൾ കക്ഷത്തി വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ സമയത്ത് ഇപ്പോൾ ആ ക്ലാരിറ്റി മോൻ ഇപ്പോൾ പാടുമ്പോൾ ഉണ്ട്. ശ്രുതി കുറച്ചേ ഉള്ളൂ, അത് കുഴപ്പമില്ല. പക്ഷെ അതിനൊരു സുഖമുള്ള അങ്ങനെ ഒരു ഐറ്റം കിട്ടുമ്പോൾ അങ്ങ് വെച്ച് അലക്കണ്ടേ. ഇവിടെ നീ എല്ലാം സമ്മതിക്കുന്നു, പക്ഷെ അതിനൊരു പ്രതിവിധി പറഞ്ഞു തരുന്നില്ല. എന്ത് ചെയ്യാൻ നമുക്ക് ഇനിയെന്ന്. ഇനി സംഗതികൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട്. ഒരു സംഗതി മാത്രമല്ല പാട്ടിലെ എല്ലാം പ്രധാനമാണ്. പിന്നെ നമ്മളിതെടുത്ത് പറയുന്നത് അതിനൊരു കൃത്യത വേണം. ആ കൃത്യത ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ കേട്ടോ. കൺട്രോൾ വേണം പാടുമ്പോൾ. നല്ല പാട്ടുകാരനാണ് നീ. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അത്രയും സമയം കളയത്തില്ല, വേസ്റ്റ് ചെയ്യത്തില്ല. ചുമ്മാ പാറുവിനെ വിളിച്ചിട്ട് പാറു നീ പാടിയത് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂർ പാറുവിനെ പാട്ടിൻ്റെ കാര്യത്തിൽ അഡ്വൈസ് ചെയ്താൽ എൻ്റെ ആയുസ്സിൽ നിന്ന് 1.5 മണിക്കൂർ പക്ക വേസ്റ്റായിട്ട് പോയി. അത്രേ ഉള്ളൂ. കാര്യം പാറുവിന് മ്യൂസിക്കുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഐ എം റൈറ്റ് പാറു? യെസ് സർ. അതിന് പാറു വിഷമിക്കത്തൊന്നുമില്ല. പാറുവിന് അത് കണക്ട് ചെയ്യും ഞാൻ പറയുന്നത്. അങ്ങനൊന്നും അല്ല കേട്ടോ. പാറു നല്ല ജ്ഞാനസ്ഥയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞപ്പോൾ അവളും അങ്ങ് സമ്മതിക്കുന്നു. എത്ര പാട്ടുകളാണ് മനോഹരമായിട്ട് എനിക്ക് ഫോണിൽ പാടി തന്നിട്ടുള്ളത്. ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ഞാനങ്ങനെ പേടിച്ചാൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ള പല രാത്രി. താങ്ക് യു പാറു. ആരോട് പറയണ്ട. സോറിടാ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ പറയേണ്ടി വന്നു. ഇല്ലല്ല ഗവിക്കത്തില്ല. പക്ഷെ വലിയ സംഗതികളൊന്നും ഇല്ലെങ്കിലും ഒരുവിധം പാടും പാറു. അത് മതി പാറു. ഓക്കെ, താങ്ക് യു സർ. ഹരിച്ചേട്ടാ നന്നായിട്ട് പാടി ബദ്രി. താങ്ക് യു സാർ. നല്ല സിംഗിങ് ആയിരുന്നു. ശ്രുതി ഇങ്ങനെ സ്ട്രെയിൻഡ് ആയിരിക്കാം മേ ബി ഇന്നത്തെ ഡേ. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആലാപ് തൊട്ട് ആദ്യത്തെ ആ ഒരു അവിടെ തൊട്ടേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രിയ സഖി അതൊക്കെ ശ്രുതി ചേരുന്നില്ല. എല്ലാ ലാൻഡിങ് ഇങ്ങനെ അതുവരെ നീ നന്നായിട്ട് പാടി വന്നിട്ട് ലാൻഡിങ് കൊണ്ടുപോയി കുളമാക്കും. അതായിരുന്നു പറ്റിയത്. ഇന്നത്തെ എല്ലാം ഒരു സംഗതിയൊക്കെ വാവ് നീ എഴുതി വെച്ചിട്ടുണ്ട്. അനുപല്ലവിയുടെ സെക്കൻഡ് രണ്ടാമത് പാടിയതൊക്കെ രസമായിട്ട് പാടിയിട്ടുണ്ട്. ആ പൊന്മയിൽ പീലി എഴുതി നീ അതൊന്ന് പാടാമോ? 1000 രണ്ടാമത്തെ ഏതാണല്ലോ 1000 പ്രേമാർദ്ര കാവ്യങ്ങളെന്തിനു പൊന്മയിൽ പൊന്മയിൽ പീലി പൊന്മയിൽ പീലി. അതൊക്കെ ശ്രുതി പൊന്മയിൽ പീലി എല്ലാ നോട്ടും കറക്റ്റ് ഹിറ്റ് ചെയ്യണം. മനസ്സിലായ? അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ കുറേ പോർഷൻസ് മോന് നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷെ അവിടെ വരുമ്പോൾ ഒരു ശ്രുതി എന്തെങ്കിലും പ്രശ്നം വരും, അത് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഒരു ഇംപ്രവൈസ് ചെയ്തോ എന്തെങ്കിലും? ഇല്ല. അത് അതിൽ ഉള്ളത് തന്നെ അല്ലേ? പിന്നെ ഇത് ഡുവറ്റ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇതിലൊരു വരിയുണ്ട്, അന്ന് നീ കാമിനിയായി ഞാൻ. അത് അടിപൊളിയായിരുന്നു. അത് നീ കറക്റ്റ് നീ തന്നെ പാടിയപ്പോഴത്തേക്കും കേൾക്കാൻ നല്ല സുഖമായിരുന്നു. എന്തോ ഒരു പ്രശ്നം അതല്ല നിങ്ങൾ ചിരിച്ചത്. അതെങ്ങനെയായിരുന്നു അന്ന് നീ കാമിനി? പ്രണയമെന്നല്ലോ അവിടെയൊക്കെ ശ്രുതി പ്രണയമെന്നല്ലോ പറഞ്ഞു നീ അന്നു നിൻ കാമിനിയായി ഞാൻ. അപ്പൊ ഈ ഡുവറ്റ് എടുക്കുമ്പോൾ പ്രശ്നം ഇതാണ്, നമ്മൾ തന്നെ കാമിനിയാവും കാമുകനാവും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ഇതേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ഡുവറ്റ് എടുക്കുമ്പോൾ അർത്ഥമൊക്കെ നോക്കിയെടുക്കണം കേട്ടോ. ഗംഭീര പാട്ടാണ്. ജോൺസൺ മാഷിന്റെ കൈതപ്പുറം തിരുമേനി എഴുതി ദാസാറും ചിത്രമായും കൂടി പാടിയ ഉഗ്രൻ പാട്ട്. എന്തായാലും നന്നായിട്ട് പാടി മോനെ. മൊത്തത്തിൽ രസമായിരുന്നു കേട്ടോ. പിച്ചിങ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പക്ഷെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഈ ഒരു പ്രാവശ്യം വന്നപ്പോൾ. ബദ്രി കഴിഞ്ഞ ഷെഡ്യൂളിനേക്കാളും ദർ ഇസ് എൻ ഇമ്പ്രൂവ്മെൻറ്റ്. കുറച്ചുകൂടി ശ്രദ്ധയോടെ പാടുന്നുണ്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക
അപ്പം ബദ്രി ഓ സാർ, നന്നായിട്ട് പാടിയടാ നീ. താങ്ക് യു സാർ. ഞാൻ ആകെ ഈ ആദ്യമായി കണ്ട നാൾ അത് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഇത് ഞാൻ അതിൻ്റെ താഴെ വരെ ഇട്ടു. ഇപ്പം ബദ്രി പാടിയ ലൈൻ ഉണ്ടല്ലോ, അന്ന് നിൻ കാമിനിയായി, അതിന് തൊട്ട് മുമ്പെന്ന് പറയുക അങ്ങ് എക്സ്ട്രീം ഹൈയിൽ കൊണ്ടുപോയിട്ടാണ് നിർത്തുന്നത്. അത് ഓഫ് കോഴ്സ് ഇങ്ങനെ സ്ട്രെയിറ്റിൽ നിർത്തരുത്, പറഞ്ഞാൽ ഒരു വിബ്രാട്ടോ കൊടുത്തിട്ട് ഇങ്ങനെ, അത് എക്സ്ട്രീം ലവാണ് ഇതിൽ പ്രൊജക്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ആ ഒരു ഫീൽ കൂടുതൽ ടെക്നിക്കൽ ആവരുത് ആക്ച്വലി. എന്നിട്ട് അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന പോലെ സർട്ടൻ കുഞ്ഞ് വിബ്രാട്ടോസിന് ജീവനാണ്, പാട്ടിന് ജീവൻ വെച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ എക്സ്ട്രീം ഹൈ കഴിഞ്ഞിട്ട് ഒരൊറ്റ ഡ്രോപ്പാണ്, പിന്നെ നേരെ ബേസിലാണ്. ആ നോട്ട് പെർഫെക്റ്റ് ആയിരുന്നു. ദാറ്റ് വാസ് വെരി നൈസ് കേട്ടോ. താങ്ക് യു സാർ. കാരണം അത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പാടിയിട്ട് ഇവിടെ തുടങ്ങാന്ന് പറയുന്നത് കാരണം ഇമ്മീഡിയറ്റ്ലി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ദാറ്റ് വാസ് റിയലി നൈസ് കേട്ടോ. താങ്ക് യു സാർ. പിന്നെ അവിടുന്ന് അതിൻ്റെയും ലോ പോകുമ്പോൾ അത് അവിടെ ചെറുതായിട്ടൊന്ന് വഴുതുന്നുണ്ട്. അതർവൈസ് ഇറ്റ് വാസ് എ വെരി നൈസ് പെർഫോമൻസ് ബദ്രി. താങ്ക് യു സാർ. താങ്ക് യു. ഇതുകൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗോൾഡൻ മൈക്ക് കിട്ടിയെന്ന് വെച്ച് പാട്ടുകളിൽ പഠിക്കുന്ന അതിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കൊന്നും വേണ്ട, നന്നായിട്ട് തന്നെ പാടണം കേട്ടോ. ഓക്കെ സാർ. കാരണം പ്രേക്ഷകർ ഇത് കണ്ടിട്ട് പറയും ഇവനാണോ ഗോൾഡൻ മൈക്ക് എടുത്തത് കേട്ടോ. അതുകൊണ്ട് ഇനി അടുത്തതും ഇതുപോലെ തന്നെ അടിച്ചു പൊളിച്ച് പാടും കേട്ടോ. ഓ സാർ. ഈ ഹെൽത്തും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ബദ്രി ഓ മാർക്സ് ചോദിക്കാം. ഓ ജയ്. ഷാനിക്ക. ബദ്രി ഓ സാർ. 8.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. അപ്പോൾ ഗോൾഡൻ മൈക്കൊക്കെ അടിച്ചുകൊണ്ട് ഞാനൊരു 9 അങ്ങ് തരിക. താങ്ക് യു സാർ. താങ്ക് യു. സൂപ്പർ. സോ ടോട്ടൽ 17.5 മാർക്സ്. സൂപ്പർ. താങ്ക് യു.